നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. തൃശൂർ നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവരിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി. 5 പേർക്ക് ദാരുണാന്ത്യം. തൃശൂർ നാട്ടിക വാഹനാപകടം ദൗർഭാഗ്യകരമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. BJP അലവലാതി പാർട്ടിയായി മാറിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തൃശൂർ നാട്ടികയിലുണ്ടായ അപകടം നിർഭാഗ്യകരമായ സംഭവമെന്ന് K രാജൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി ശോഭാ സുരേന്ദ്രൻ. പുല്ലാനിക്കാട് മുതൽ പുന്നംപറമ്പ് വരെയുള്ള റോഡ് അറ്റകുറ്റപ്പണി നടത്തി ടാറിംഗ് നടത്തുന്നതിന് അളക്കുന്ന പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവരിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി. 5 പേർക്ക് ദാരുണാന്ത്യം. തൃശൂർ നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവരിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി. 5 പേർക്ക് ദാരുണാന്ത്യം. നാടോടികളാണ് മരിച്ചത്. 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരാണ് മരിച്ചത്. കാളിയപ്പൻ 50 വയസ്സ്, ജീവൻ 4 വയസ്സ്, നാഗമ്മ 39 വയസ്സ്, ബംഗാളി 20 വയസ്സ് എന്നിവരാണ് മരിച്ചവരിലുള്ളത്. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നാട്ടിക JK തിയേറ്ററിനടുത്താണ് ദാരുണമായ സംഭവമുണ്ടായത്. ഇവർ ഉറങ്ങിക്കിടന്ന സ്ഥലത്തേക്ക് ലോറി പാഞ്ഞു കയറുകയായിരുന്നു. പുലർച്ചെ 4-നാണ് അപകടം സംഭവിച്ചത്. കിടന്നുറങ്ങിയ സംഘത്തിൽ 10 പേർ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന തടി കയറ്റിയ ലോറിയാണ് ആളുകൾ ഉറങ്ങിക്കിടന്നയിടത്തേക്ക് ഇടിച്ചു കയറിയത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 5 പേരും മരിച്ചു. 7 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാരിക്കേഡ് മറിഞ്ഞു വന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ നാട്ടിക വാഹനാപകടം ദൗർഭാഗ്യകരമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. തൃശൂർ നാട്ടിക വാഹനാപകടം ദൗർഭാഗ്യകരമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്നും വിഷയത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രാഥമിക അന്വേഷണം നടത്തിയെന്നും അദ്ദേഹം അറിയിച്ചു. വണ്ടി ഓടിച്ചിരുന്നത് ഡ്രൈവർ അല്ല, ക്ലീനർ ആണെന്നും ഇവർ ഇരുവരും മദ്യപിച്ചിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. വാഹന രജിസ്ട്രേഷനും ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കും. നിലവിൽ ഡ്രൈവറും ക്ലീനറും പോലീസ് കസ്റ്റഡിയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആളുകൾ റോഡിന്റെ അരികിൽ കിടക്കുന്നത് ഒഴിവാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ് ഉണ്ടായത്. ഇവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയും എടുക്കും. അപകടത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് എന്ത് സഹായം നൽകുക എന്നത് മുഖ്യമന്ത്രിയുമായി ആലോചിക്കുകയും രാത്രി പരിശോധന കർശനമാക്കുകയും ചെയ്യും. KB ഗണേഷ് കുമാർ. വാഹനം അമിത വേഗതയിൽ ആയിരുന്നോ എന്ന് അറിയാൻ കടന്നുവന്ന എല്ലാ വഴികളിലെയും ക്യാമറകൾ പരിശോധിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP അലവലാതി പാർട്ടിയായി മാറിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BJP അലവലാതി പാർട്ടിയായി മാറിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BJPയുടെ എല്ലാ കേഡർ സംവിധാനവും നഷ്ടപ്പെട്ടുവെന്നും പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കകത്ത് പറയേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ മൈക്ക് കെട്ടി അനൗൺസ്മെന്റ് ചെയ്യുകയാണ്. സുരേന്ദ്രന്റെ കപ്പാസിറ്റി എന്താണെന്ന് തനിക്കറിയില്ല. തനിക്ക് സുരേന്ദ്രനെ നേരിട്ടറിയില്ല. BJPയിൽ തെറ്റായ പ്രവണത വളർന്നു വരുന്നുവെന്നും മുൻപ് ഇങ്ങനെ ഇല്ലായിരുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ ആരും തോറ്റു എന്ന് കരുതാൻ കഴിയില്ല. കിട്ടാനുള്ളത് എല്ലാവർക്കും തന്നെ കിട്ടി. EP ജയരാജനെതിരെ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായത് അന്തർനാടകം. പ്രസിദ്ധീകരിച്ചത് തെറ്റായ ദിവസം. EP ജയരാജനെയും സർക്കാരിനെയും ആക്രമിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നും അദ്ദേഹം പറഞ്ഞു. രമ്യ ഹരിദാസിനെ കുറിച്ച് പാർട്ടിക്കുള്ളിൽ പോലും നല്ല അഭിപ്രായമില്ല. തന്നെ തോന്നുമ്പോൾ കാണണമെന്ന് പറഞ്ഞാൽ നിന്നുകൊടുക്കേണ്ട ആവശ്യം തനിക്കില്ല എന്നും അതാണ് താൻ കാണാൻ അനുമതി കൊടുക്കാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ നിലപാട് തന്നെയാണ് എന്നും മുസ്ലിം ലീഗിന്. മുസ്ലിം ലീഗ് ഒരു കാലത്തും മതേതര പാർട്ടിയല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂർ നാട്ടികയിലുണ്ടായ അപകടം നിർഭാഗ്യകരമായ സംഭവമെന്ന് K രാജൻ. തൃശൂർ നാട്ടികയിലുണ്ടായ അപകടം ഏറെ നിർഭാഗ്യകരമായ സംഭവമെന്ന് മന്ത്രി K രാജൻ. അതിവേഗം അലക്ഷ്യമായി ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവം അറിഞ്ഞ ഉടൻ കമ്മീഷണറെയും കലക്ടറെയും ബന്ധപ്പെട്ടുവെന്നും മന്ത്രി പറഞ്ഞു. അപകടം വിശദമായി അന്വേഷിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. അപകടത്തിൽ മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുത്തു. വാഹനം ഓടിച്ചവർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു. ക്ലീനറും ഡ്രൈവറും മദ്യപിച്ചതായാണ് പ്രാഥമിക റിപ്പോർട്ട്. കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം മരിച്ചവരെ വീടുകളിലെത്തിക്കും. ഇതിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ചികിത്സയടക്കം എല്ലാ പിന്തുണയും നൽകും.
ഇതിനായി തൃശൂർ ജില്ലാ കളക്ടറെ നിയമിച്ചിരിക്കുന്നു. മരിച്ചവർക്ക് സർക്കാർ ധനസഹായം നൽകും. സാധാരണ നിലയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയിൽ നിന്നുണ്ടാകും. കൂടുതൽ ധനസഹായം കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം പരിശോധിച്ച് തീരുമാനിക്കും. മന്ത്രി രാജൻ. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊളിയല്ലേ ഗടി? അമ്മിമോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് ഈസ് സർപ്രൈസ്? ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്കൊരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Orex, the builders of trustworthy home spaces. Orex Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉയർന്ന വിവാദങ്ങൾ പ്രതികരണവുമായി ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. BJP സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു പറഞ്ഞ പോലെയാണ് മാധ്യമങ്ങൾ ഇന്നലെ ചില വാർത്തകൾ നൽകിയത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പണിയെല്ലാം എടുക്കുന്ന ആളാണ് പിന്നീട് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും ഇത്തരം വാർത്തകൾ തുടരുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച എല്ലാ ചുമതലകളും നന്നായി ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തു തീർത്തുവെന്ന ആത്മവിശ്വാസവുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP മുന്നേറ്റമുണ്ടാക്കും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വിജയമാണ് തന്റെ ലക്ഷ്യം. കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ വേണ്ട. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു കൗൺസിലറെയെങ്കിലും കൂടുതലായി ജയിപ്പിക്കാൻ VD സതീശനോട് പന്തയം വെക്കുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വിവാദങ്ങളിൽ മാധ്യമങ്ങളുടെ മറ്റു ചോദ്യങ്ങളോടൊന്നും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചില്ല. പുല്ലാനിക്കാട് മുതൽ പുന്നംപറമ്പ് വരെയുള്ള റോഡ് അറ്റകുറ്റപ്പണി നടത്തി ടാറിംഗ് നടത്തുന്നതിന് അളക്കുന്ന പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. പുല്ലാനിക്കാട് മുതൽ പുന്നംപറമ്പ് വരെയുള്ള റോഡ് അറ്റകുറ്റപ്പണി നടത്തി ടാറിംഗ് നടത്തുന്നതിന് മുന്നോടിയായുള്ള റോഡ് അളക്കുന്ന പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. നിലവിലുള്ള റോഡിന്റെ വീതിയും നീളവുമാണ് അളക്കുന്നത്. റോഡിലെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനായി കലുങ്കുകൾ നിർമ്മിക്കുന്ന പ്രവൃത്തിയും ഇതോടൊപ്പം നടത്തുമെന്ന് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എഞ്ചിനീയർ PV വിനീത് അറിയിച്ചു. ഇതിനിടെ വളവ് തിരിവുകൾ ഒഴിവാക്കി സ്ഥലമെടുത്ത റോഡ് നവീകരിക്കുന്ന പദ്ധതി എങ്ങും എത്തിയില്ല. 3 വർഷം മുമ്പ് AC മൊയ്തീൻ മുൻകൈയെടുത്ത 7 കോടി രൂപ ചെലവിൽ റോഡ് നവീകരിക്കാൻ പദ്ധതിയിട്ടിരുന്നു. തെക്കുംകര പഞ്ചായത്ത് മെമ്പർമാരിൽ നിന്നും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരിൽ നിന്നും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ട നടപടികൾ ആരംഭിക്കാനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ 3 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി വെളിച്ചം കണ്ടില്ല. ഇപ്പോൾ ടാറിംഗ് മാത്രം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ആരോപണമുണ്ട്. റോഡ് വികസനത്തിനായി സർക്കാർ അനുവദിച്ച 7 കോടി എവിടേക്ക് പോയി എന്നതിനും കണക്കില്ല. റോഡിന്റെ വികസനം വേണ്ട രീതിയിൽ നടക്കുന്നില്ലെന്ന് കാണിച്ച് ജനങ്ങളിൽ നിന്ന് ഒപ്പുശേഖരണം നടത്തി പൊതുമരാമത്ത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഭരണഘടനയെ സസ്പെൻഡ് ചെയ്തവർ ഇപ്പോൾ ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുകയാണെന്ന് K. സുരേന്ദ്രൻ. ഭരണഘടനയെ സസ്പെൻഡ് ചെയ്തവർ ഇപ്പോൾ ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഭരണഘടനയെ കോൺഗ്രസ് കശാപ്പ് ചെയ്തത് രാജ്യമൊരിക്കലും മറക്കില്ലെന്നും എറണാകുളത്ത് നടന്ന സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. കാശ്മീരിന് പ്രത്യേക അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിൾ 370 ആവശ്യമില്ലെന്ന് പറഞ്ഞയാളാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കർ. എന്നാൽ അതിനൊരു വിലയും പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നൽകിയില്ല. ഭരണഘടനയുടെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് എല്ലാ കാലത്തും കോൺഗ്രസ് എടുത്തത്. ഭരണഘടനയെ മാത്രമല്ല ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നവരാണ് കോൺഗ്രസുകാരെന്ന് സമകാലീന സംഭവങ്ങൾ തെളിയിക്കുന്നു. മഹാരാഷ്ട്രയിൽ തോറ്റ് തുന്നമ്പാടിയപ്പോൾ KC വേണുഗോപാൽ പറയുന്നത് വോട്ടിംഗ് മെഷീൻ തിരിമറി എന്നാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുക, EVM-നെ കുറ്റപ്പെടുത്തുക, സുപ്രീം കോടതിയെ ദുരുപയോഗം ചെയ്യുക എന്നതൊക്കെയാണ് കോൺഗ്രസിന്റെ രീതി. CPM-ന്റെ നേതൃത്വത്തിലുള്ള അർബൻ നക്സലുകളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. രാജ്യം ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന വേളയിൽ ഇത്തരം ശക്തികൾക്കെതിരെ ജാഗരൂകരായിരിക്കേണ്ടത് അനിവാര്യമാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് പോലീസാണെന്ന് തിരുവമ്പാടി ദേവസ്വം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് പോലീസെന്ന് തിരുവമ്പാടി ദേവസ്വം. പോലീസിന്റെ ഇടപെടലും വീഴ്ചകളുമാണ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതെന്ന് തിരുവമ്പാടി ദേവസ്വം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി.
നിഷ്കളങ്കരായ പൂരപ്രേമികളെ തടയുന്നതിനായി പോലീസ് ബലപ്രയോഗം നടത്തി. പൂരം നടത്തിപ്പിൽ മതിയായ കാരണങ്ങളില്ലാതെയാണ് പോലീസ് ഇടപെട്ടത്. പോലീസ് ഏകപക്ഷീയമായും അപക്വമായും പെരുമാറിയെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. പൂരം എഴുന്നള്ളിപ്പിൽ പോലീസ് ഇടപെട്ടു. സ്വരാജ് റൗണ്ടിലെ എല്ലാ വഴികളും പോലീസ് ബ്ലോക്ക് ചെയ്തു. പൊതുജനങ്ങൾക്ക് എഴുന്നള്ളിപ്പ് കാണാനുള്ള അവസരം നിഷേധിച്ചു. പോലീസിന്റെ ഇടപെടൽ മൂലം മഠത്തിൽ വരവ് പേരിന് വേണ്ടി മാത്രമായി ചുരുക്കി. പോലീസ് ബൂട്ടിട്ട് ക്ഷേത്ര പരിസരത്ത് കയറിയെന്നും തിരുവമ്പാടി ദേവസ്വം കുറ്റപ്പെടുത്തി. ഒരിടവേള. ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചിലവഴിക്കേണ്ട. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന ഹെന ട്രിnkets എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സേവ്യർ ചിറ്റപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യാതിഥിയായിരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 892186 2766 9995673426. വാർത്തകൾ തുടരുന്നു. പടലപ്പിണക്കങ്ങൾ ശക്തമായതോടെ BJP നേതൃത്വത്തിനെതിരെ കോഴിക്കോട് നഗരത്തിൽ പോസ്റ്ററുകൾ. പടലപ്പിണക്കങ്ങൾ ശക്തമായതോടെ BJP നേതൃത്വത്തിനെതിരെ കോഴിക്കോട് നഗരത്തിൽ പോസ്റ്ററുകൾ. സേവ് BJP എന്ന തലക്കെട്ടോടെയാണ് നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. BJPയിൽ കുറുവാ സംഘമുണ്ടെന്നാണ് ആരോപണം. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പി രഘുനാഥ് എന്നിവരെ കുറുവാ സംഘമെന്നാണ് പോസ്റ്ററിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നേതൃത്വത്തെ മാറ്റണമെന്നും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് സംസ്ഥാന അധ്യക്ഷൻ വിശദീകരണം നൽകും. കെ സുരേന്ദ്രൻ രാജിവെക്കുമെന്ന വാർത്തകൾ കേന്ദ്ര നേതൃത്വം തള്ളിയിരുന്നു. തോൽവിയുടെ ഉത്തരവാദിത്വം തനിക്കുണ്ടെന്നും കേന്ദ്ര നേതൃത്വം പറഞ്ഞാൽ രാജിവെക്കുമെന്നുമാണ് കെ സുരേന്ദ്രന്റെ വിശദീകരണം. തൃശൂർ മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട ലോറി വൈദ്യുതി തൂണിലിടിച്ച് അപകടം, 5 പേർക്ക് പരിക്ക്. മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട ലോറി വൈദ്യുത തൂണിലിടിച്ച് അപകടം, 5 പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ 8:30 മുണ്ടൂർ പഞ്ഞമൂല പരിസരത്തായിരുന്നു അപകടം. മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്ന് മുണ്ടൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന മിനി ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്കൂൾ വാഹനം ലോറിക്ക് പുറകിൽ തട്ടുകയും അതേ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി വൈദ്യുത കാലിലിടിക്കുകയും ആയിരുന്നു. വാഹനം ഓടിച്ചിരുന്ന 36 വയസ്സുള്ള സ്മിജോയും 4 ഒറീസ സ്വദേശികളുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റ മുഴുവൻ പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരുടെ പരിക്കുകൾ ഗുരുതരമാണെന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. പരിക്കേറ്റ ഒറീസക്കാരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുത തൂണ് പൂർണ്ണമായും തകർന്നു. 2 വീട്ടുകാരുടെ മതിലും കിണർ മതിലും തകർന്നു. സ്കൂൾ വാഹനത്തിലും ചെറിയ തോതിൽ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. BJP ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ ഉന്നയിച്ച വിമർശനങ്ങളിൽ പ്രതികരണവുമായി C കൃഷ്ണകുമാർ. BJP ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ ഉന്നയിച്ച വിമർശനങ്ങളിൽ പ്രതികരണവുമായി ശ്രീ കൃഷ്ണകുമാർ. തന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുന്നുവെന്നും തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സംസാരിച്ച് പരിഹരിക്കുക എന്നതാണ് പാർട്ടിയുടെ രീതിയെന്നും അദ്ദേഹം പറഞ്ഞു. ശിവരാജനെതിരെ നടപടിയെടുക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. 2019 പാലക്കാട് മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 44,000 വോട്ട് MP രാജേഷിന് ലഭിച്ചു. 2006 CK ദിവാകരൻ CPIMന്റെ MLA ആയിരുന്നു. 42,400 വോട്ട് ലഭിച്ചാണ് അദ്ദേഹം വിജയിച്ചത്. ഇപ്പോൾ കിട്ടിയത് 37,000 വോട്ടാണ്. നിങ്ങൾ CPIM മുന്നേറ്റം നടത്തി എന്ന് പറയുന്നു. CPIMന്റെ 7,000 വോട്ട് എവിടെ പോയി? അതാരും ചർച്ച ചെയ്യുന്നില്ല. ഷാഫി പറമ്പിലിന് 2016 കിട്ടിയ വോട്ടാണ് 58,000. ആ വോട്ട് തന്നെയാണ് UDFന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നിഷ്പക്ഷ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. അതാണ് 50,000 വോട്ടിലെത്താൻ കഴിഞ്ഞത്. E ശ്രീധരന്റെ വ്യക്തിപ്രഭാവവും വോട്ടായി. 40,000 ഞങ്ങളുടെ അടിസ്ഥാന വോട്ട്. വളരെ ശക്തമായ ത്രികോണ മത്സരം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സമയത്ത് ഇത്തരം അധിക വോട്ടുകൾ ലഭിച്ചിട്ടില്ല. അതെന്താണെന്ന് കണ്ടെത്തും, അദ്ദേഹം വ്യക്തമാക്കി. പാൽ സൊസൈറ്റി ഇലക്ഷനിൽ പോലും വിജയിക്കാൻ കഴിയാത്തയാളാണ് രഘുനാഥൻ എന്നാണ് N ശിവരാജൻ വിമർശിച്ചത്. കൗൺസിലർമാരെ പഠിപ്പിക്കാൻ രഘുനാഥ് വളർന്നിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കൃഷ്ണകുമാർ മാത്രമേ മത്സരിക്കാനുള്ളൂ എന്ന് ജനങ്ങൾ ചോദിക്കുന്നത് സത്യമാണെന്ന് ശിവരാജൻ പറഞ്ഞു. മിനി കൃഷ്ണകുമാറിനെയും N ശിവരാജൻ വിമർശിച്ചു. മിനി കൃഷ്ണകുമാറിന്റെ വാർഡിൽ ഇന്നോളം കിട്ടിയിട്ടില്ലാത്ത വോട്ടുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്. CPIMനും വോട്ട് ഉയർന്നു. ആരാണിതിന്റെ ഉത്തരവാദികളെന്ന് അദ്ദേഹം ചോദിച്ചു. നഗരസഭാ അധ്യക്ഷ പറഞ്ഞ കാര്യം സത്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവരിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി. 5 പേർക്ക് ദാരുണാന്ത്യം. തൃശൂർ നാട്ടിക വാഹനാപകടം ദൗർഭാഗ്യകരമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. BJP അലവലാതി പാർട്ടിയായി മാറിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തൃശൂർ നാട്ടികയിലുണ്ടായ അപകടം നിർഭാഗ്യകരമായ സംഭവമെന്ന് K രാജൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി ശോഭാ സുരേന്ദ്രൻ. പുല്ലാണിക്കാട് മുതൽ പുന്നംപറമ്പ് വരെയുള്ള റോഡ് അറ്റകുറ്റപ്പണി നടത്തി ടാറിംഗ് നടത്തുന്നതിന് അളക്കുന്ന പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.